വെൽക്കം ബാക്ക് ടു ബാദുസ് മീഡിയ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. അട്ടത്തിൽ നിന്നും കുറച്ച് ചേരി താഴെ എടുത്തിട്ടിരുന്നു കേട്ടോ. അത് ഇക്കഥ ഉള്ളിലേക്ക് അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു കൊട്ടയുടെ ട്രിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. ടേബിളിൻ്റെ അടിയിൽ നിന്ന് സ്റ്റൂൾ എടുത്തിട്ടതാ അതിലേക്ക് ചേരി വാരി നിറച്ചിട്ടതാ നല്ല അടിപൊളി കൊട്ടാക്കിയിട്ടതാ അവിടെ കൊണ്ടുപോയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചേരി താഴെ ഇറക്കിയിട്ടിരുന്നു. ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മേലേക്ക് കയറി നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഉടനെ തന്നെ ഞാനത് വീഡിയോ എടുത്തതാണ്. അടുത്ത ടിപ്പിലേക്ക് പോകാം. നമുക്ക് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തൊലിച്ചെടുക്കാം എന്നുള്ളൊരു ഐഡിയ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ബീഫ് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് കുറച്ച് വെളുത്തുള്ളി തൊലിക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടതാ ആവശ്യമായ വെളുത്തുള്ളി ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലെണ്ണയാണ് ഞാൻ തടവിയത്. വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ തടവി കൊടുത്താൽ മതി, കൂടുതൽ ഒഴിക്കണ്ട കേട്ടോ. അങ്ങനെ നന്നായി തടവിയതിൻ്റെ ശേഷം നമുക്കിത് ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട്, ഫ്രൈ പാൻ ചൂട് മതി, കത്തിച്ചിട്ട് വേണ്ട. ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇളക്കിയതിൻ്റെ ശേഷം ഫ്രൈ പാൻ അടിയിൽ ഗ്യാസ് കത്താൻ പാടില്ല കേട്ടോ ഫ്രൈ പാനിന്. അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇളക്കിയതിൻ്റെ ശേഷം ഒന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് തൊലിച്ച് നോക്കാം. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ആലിയ പെട്ടെന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും എളുപ്പമായിട്ട് ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ തൊലിച്ചെടുക്കാൻ പറ്റും. നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമുക്ക് ആവശ്യമായ എല്ലാ വെളുത്തുള്ളിയും നമ്മൾ ഈസി ആയിട്ട് തൊലിച്ചെടുത്തിട്ടുണ്ട്. കണ്ട തോലി മാത്രമായിട്ടുണ്ട്. അടുത്ത ടിപ്പിലേക്ക് പോകാം. കടല, ഈ പുട്ടുകടല, നമ്മളിവിടെ പറയും പുട്ടുകടല. ഈ പുട്ടുകടല ഭയങ്കര ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറുതാണല്ലോ അല്ലേ, പെട്ടെന്ന് ഇത് നന്നായി പൊതിരാനും പെട്ടെന്ന് വേവാനും സോഫ്റ്റായി കിട്ടാനൊക്കെ ഒരു ട്രിപ്പാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിലേക്ക് ഞാൻ ലേശം അപ്പക്കാരിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം, അതായത് ഓവർനൈറ്റ് ഇടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് സമയം 2-3 മണിക്കൂർ ഇതുപോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മളെ കടലൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലങ്ങൾ നല്ല പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആരും വിഷമിക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ രേഖപ്പെടുത്തണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ റൈസ് കുക്കർ. നമ്മളെ വീട്ടിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചോറ് വേവിച്ചെടുക്കാൻ മാത്രമല്ല റൈസ് കുക്കർ ഉപയോഗിക്കുന്നത്. നമ്മളെ ഇഡ്ഡലി മാവൊക്കെ അരച്ചിട്ട് നമുക്ക് അതിൽ തലേന്ന് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെള്ളപ്പോ ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും സോഫ്റ്റായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ ഇങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നത്. അരിയൊക്കെ വേവിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ നമുക്ക് ആ ചോറ് എടുത്ത് കഴിക്കാനുള്ളത് ആ സമയമാകുമ്പോൾ എടുത്ത് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് പച്ചക്കറിയൊക്കെ വേവിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇറക്കി വെക്കും. കടലക്കറി ആയാലും പച്ചക്കറി ആയാലൊക്കെ വേവിച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാറുണ്ട്. അതിൻ്റെ മേലെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാനുണ്ടെങ്കിൽ അതും വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നല്ല ചൂടുള്ളതായി കിട്ടും കേട്ടോ.
അടുത്തതായിട്ട് ഞാനിതിൽ ചെയ്യുന്നത് ആ മാവ് കൊണ്ട് ഞാൻ വെള്ളപ്പം ചുട്ടിരുന്നു, ദോശ ചുട്ടിരുന്നു. ആ ദോശ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ നമുക്ക് മദ്രസ വിട്ട് വരുമ്പോഴത്തേക്ക് ആ ചൂടോടെ തന്നെ അത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ റൈസ് കുക്കറിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വാഴ വെട്ടിയിരുന്നു. വാഴ നമുക്ക് നല്ല ഗുണമുള്ള ഒരു സംഭവമാണല്ലോ. അങ്ങനെ വാഴക്കൊല വെട്ടിയതിന് ശേഷം അതിൻ്റെ വാഴപ്പിണ്ടി നമുക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ വാഴപ്പിണ്ടി അന്ന് നമ്മൾ ഉപ്പേരി വെക്കുന്നില്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ്. അതിൻ്റെ പോളകൾ ഫുള്ളായിട്ട് പൊളിച്ചെടുക്കാതെ ഇതുപോലെ സൂക്ഷിക്കണം. ഇത് 2 ദിവസമായ വാഴപ്പിണ്ടിയാണ് കേട്ടോ. അതിനൊരു കുഴപ്പവും തട്ടിയിട്ടില്ല. ഞാൻ ഫുള്ളായിട്ട് പൊളിക്കാതെ എടുത്ത് വെച്ചത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിത് പൊളിച്ച് മാറ്റുന്നുണ്ട്. നമുക്ക് ഇന്ന് ഉപ്പേരി വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇത് പൊളിച്ച് മാറ്റുന്നത്. പിന്നെ ഇതിൻ്റെ പോളയിൽ പണ്ട് കാലത്ത് ഫ്രിഡ്ജൊന്നും നമ്മളെ വീട്ടിലില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. നമ്മളെ നാട്ടിൽ പഴയ കാലത്തുള്ള ആൾക്കാർക്കൊന്നും ഫ്രിഡ്ജൊന്നും എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ മുത്തശ്ശിമാരായാലും ഉമ്മമാരായാലും നമ്മൾ കറിവേപ്പിലൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നല്ലോ. ഇതിൻ്റെ പോളയിൽ ഇതുപോലെ വെച്ചിട്ട് വേറൊരു പോള കൊണ്ട് അടച്ചിട്ട് ഇത് നന്നായി കെട്ടി വെക്കുമായിരുന്നു. ഒരുപാട് കാലം നമുക്കിത് നല്ല തണുപ്പിൽ നിന്നിട്ട് ഇത് സൂക്ഷിക്കാൻ പറ്റിയിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഞാനും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ എത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.